ഡാഷ് ഇനത്തിൽപ്പെട്ട വളർത്തുനായകളെ കൊല്ലം ബീച്ചിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നു പുലർച്ചെ മുതൽ ഇവറ്റകളെ കണ്ടതായി പ്രഭാത നടത്തക്കാർ പറഞ്ഞു. നീക്കം ചെയ്യാനായി കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങൾക്ക് സമീപമാണ് ഡാഷ് ജോഡികളെ കെട്ടിയിട്ടത്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളർത്താനായി ചിലർ നായ്ക്കളെ മേടിക്കുന്നു, പിന്നീട് അതിന് സാധിക്കാതെ വരുമ്പോൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത കാണുന്ന ഒരു സാഹചര്യം എപ്പോഴുമുണ്ട്. ഈ ഡാഷ് ഇനത്തിൽപ്പെട്ട നായ്ക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നാട്ടുകാർ പറയുന്നത് എന്താണ്? സാധാരണ ഞാൻ സ്ഥിരം ഈ കൊല്ലം ബീച്ചിന്റെ പരിസരത്താണ് നടക്കാറ്. ഇപ്പൊ രാവിലെ ഞാൻ 5 മണിക്കൂടെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ ജോഡികളായിട്ടുള്ള ഡാഷ് ഇനത്തിൽപ്പെട്ട നായകൾ ഇവിടെ കെട്ടിയിട്ട നിലയിൽ ഞാൻ കണ്ടിരുന്നു. ഇവിടുത്തെ ഈ ബീച്ചിനകത്തുള്ള തെരുവ് പട്ടികൾ ഇതിനെ പലപ്പോഴും ഇതിനെ ആക്രമിക്കാനും ശ്രമിച്ചു. പക്ഷെ ഇത് എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിനോട് അടുക്കാൻ കഴിഞ്ഞില്ല. അതാ ഒരു തരത്തിലെ ഭീഷണി. കഴിഞ്ഞ 2 ദിവസമായി ബീച്ചിലുള്ള മാലിന്യം അത് നീക്കം ചെയ്യാനായിട്ടൊരു മൂലയിലേക്ക് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ മാലിന്യത്തിന്റെ നടുവിലാണ് ഈ പറഞ്ഞ ഡാഷ് ഇനത്തിൽപ്പെട്ട 2 നായ്ക്കളെയും ഇപ്പോൾ ഒരു മഞ്ഞ കയറിലും പിന്നീട് ബാക്കി ചങ്ങലയിലുമായി ബന്ധിച്ചിരിക്കുന്നത്. ഇതിനിപ്പോ രാവിലെ നടക്കാൻ വന്നവർ ഇവിടെ ഇതിന് വെള്ളം കൊടുത്തു, ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു. അങ്ങനെയൊക്കെ ഉള്ള ഓമന മൃഗത്തെ സ്നേഹിക്കുന്നവർ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് SPCA കൊല്ലം ജില്ലാ വെറ്റിനറി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ഇതിനൊരു ഉടമ ഇതുവരെ ഇനിയും അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് ഉടമസ്ഥൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരതിനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. ഈ സമീപവാസികളുടെ ആരുടെയും ആകാനാണ് സാധ്യത. എന്തായാലും ഇതിനെ ഈ ഡാഷ് ഇനത്തിൽപ്പെട്ട നായ്ക്കൾ എന്ന് പറയുന്നത് വീടിന്റെ പുറത്തിട്ട് വളർത്തുന്നതല്ല. നമ്മുടെ കൂടെ കിടക്കുമ്പോൾ ആ മെത്തയിൽ തന്നെ കിടത്തി വളർത്തുന്നത് ആ ഡാഷ് ഇനത്തിൽപ്പെട്ട നായ്ക്കളെ സാധാരണ നിലയിൽ ഓമന മൃഗങ്ങളെ വളർത്തുന്നവർ ചെയ്യാറുള്ളത്. അത്രത്തോളം സ്നേഹം നൽകിയാണ്. അതിനെ പരിപാലനമൊക്കെ വളരെ ചെലവേറിയതുമായിരിക്കും. ഈ കോവിഡ് സമയത്തൊക്കെ ഇപ്പൊ പ്രിയസ് പറഞ്ഞതുപോലെ തന്നെയാണ്, കോവിഡ് സമയത്ത് റോഡ് വീലർ ഉൾപ്പെടെയുള്ള നായകളെ ഈ കൊല്ലം നീണ്ടകര പാലത്തിൽ കെട്ടിയിട്ട് പോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പല വീട്ടുകാരും അതിനെ ഒരു ദിവസം റോഡ് വീലറിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രതിദിനം തന്നെ നല്ലൊരു തുക ചിലവാകും. അപ്പൊ അതിന് സാധിക്കാതെ വരുന്നവർ ഇതുപോലെ കൊണ്ട് റോഡുകളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിന് ചുറ്റും ഇതുപോലെ പല ഇതിൽപ്പെട്ട വിദേശ ഇനത്തിൽപ്പെട്ട നായകളെ ബ്രീഡുകളെല്ലാം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ശരി, എന്തായാലും കണ്ടിട്ട് ആരോഗ്യവാന്മാരാണ്, വളർത്തിയ നായ്ക്കളാണ് അവ എന്ന് തന്നെ മനസ്സിലാകുന്നു. 2 ഡാഷ് ഇനത്തിൽപ്പെട്ട നായ്കളാണ് ഇപ്പോൾ കൊല്ലം ബീച്ചിന് സമീപം കണ്ടെത്തിയിരിക്കുന്നത്. അവരെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആരാണ്, എന്താണ് ഇതിന് കാരണം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഉടമസ്ഥർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എത്തുക, അവയെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഇവയെ കൊണ്ടുപോകാൻ ആൾ വരും. ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.